Good afternoon. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും മുഖമൊക്കെ കഴുകി വന്നിരിക്കുന്ന ക്ലാസ്സില്, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോ എനിക്കറിയാലോ, എനിക്ക് ഊഹിക്കാലോ ഏത് കണ്ടീഷനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നതിന് എനിക്ക് ധാരണയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്ക്രീൻ കാണുന്നില്ല, കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ? അപ്പൊ നമ്മുടെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? കാണുന്നില്ല? സ്ക്രീൻ കാണുന്നില്ല അല്ലെ? ഒരു മിനിറ്റ് ട്ടോ. ഓക്കെ, ഇപ്പൊ കാണാലോ അല്ലെ? സ്ക്രീൻ കാണാലോ അല്ലെ? ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ഓക്കെയാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ നമ്മൾ തുടങ്ങി. എന്നിട്ട് നമ്മൾ അതിനകത്ത് എന്തൊക്കെ പഠിച്ചു? നമ്മള് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അല്ലെ? അത് നമ്മൾ കണ്ടിരുന്നു. അതിന്റെ മീനിങ്ങുകൾ മനസ്സിലാക്കി നമ്മൾ. പിന്നെ എന്തായിരുന്നു? അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് അല്ലെ? അതെ, എലമെന്റ്സ് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ചെറിയൊരു ചുരുക്ക രൂപത്തിലാണ് അത് പഠിച്ചത് അല്ലെ? പോസ്റ്റ് കോർബ് ഓർമ്മയുണ്ടല്ലോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. പോസ്റ്റ് കോർബ് എന്താന്ന് കണ്ടു. അതിനകത്ത് പിന്നെ എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് അല്ലെ? റോളുകൾ കണ്ടു. ഒരു അഡ്മിനിസ്ട്രേഷന് എന്തൊക്കെ റോളുകളാണ്, അതായത് നിങ്ങളെ പോലുള്ള അഡ്മിനിസ്ട്രേഷൻ എന്താണ് അഡ്മിനിസ്ട്രേഷൻ ജോലിയൊക്കെ കിട്ടി വരുമ്പോ നിങ്ങൾ എന്തൊക്കെ റോളുകളാണ് അവിടെ നിർവഹിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്, ഡിസിഷണൽ റോൾസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കണ്ടത് സ്കിൽസ് ആണ് അല്ലെ? എന്തെല്ലാം സ്കില്ലുകളാണ് നമുക്ക് വേണ്ടത്? നമ്മൾ പറഞ്ഞു, ടെക്നിക്കൽ സ്കില്ല് വേണം, ഹ്യൂമൻ സ്കിൽസ് വേണം, അതുപോലെ തന്നെ കൺസെപ്ച്വൽ സ്കിൽസ് വേണം അല്ലെ? ആശയപരമായിട്ടുള്ള കഴിവുകൾ വേണം. ഇതൊക്കെ ബേസിക് ആയിട്ട് വേണ്ട സ്കില്ലുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. അടുത്തത് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. നോക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വേറൊരു ഡെഫിനിഷൻ പോലെ പറയാണ് അവിടെ. എന്താണ്? അവിടുത്തെ ഒരു ഹോസ്പിറ്റലിനടുത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഏറ്റവും സുഗമമായിട്ടുള്ള രീതിയിൽ നടത്തുന്നതിന് എന്താവശ്യമാണ്? അവിടെ അഡ്മിനിസ്ട്രേഷൻ ആവശ്യമാണ്. അതിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല, ഏതൊരു ഓർഗനൈസേഷനും ഏറ്റവും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ, ഇനി നോക്കൂ, although some roles may involve direct patient care, many hospital administrators maintain little to no patient contact. ഉടനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ. അതായത്
നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്ന് പറഞ്ഞ പല വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു അല്ലെ, അവരുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ കോംപ്ലക്സിറ്റിക്കും സൈസിനൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചില അഡ്മിനിസ്ട്രേറ്റർമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് നേരിട്ട് രോഗികളുമായിട്ട് അല്ലെങ്കിൽ നേരിട്ടുള്ള രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും ചില അഡ്മിനിസ്ട്രേഷൻ എന്താ പറയാ ജോലികൾക്ക്. ഇനി മറ്റു ചില അഡ്മിനിസ്ട്രേറ്റർമാർക്കാണെങ്കിലോ അവർക്ക് പേഷ്യൻസുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാത്ത രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അവര് അവിടെ കൈകാര്യം ചെയ്യുന്നത് ഒരു പക്ഷെ എന്തൊക്കെയായിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിരിക്കാം, റിസർച്ച്, അങ്ങനെയുള്ള മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഇന്ന ജോലി എന്ന് നമുക്ക് കൃത്യമായിട്ട് അവിടെ പറയാൻ പറ്റില്ല. പല പല റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു എന്താ പറയാ ഒരു ജോലിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. they may have a variety of responsibilities. അവർക്ക് പല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാക്കി. അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. കാര്യം എന്താന്ന് വെച്ചാല് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് 4th മൊഡ്യൂളിനകത്ത്. അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. അതിന്റെ കുറെ ഒരു ഔട്ട്ലൈൻ പോലെ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർക്കുള്ളത്? ലൈക്ക് മാനേജിങ് ഫിനാൻസസ് അല്ലെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ഇപ്പൊ ബജറ്റ് തയ്യാറാക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക, പല വരുമാന റിപ്പോർട്ട്, ചെലവ് റിപ്പോർട്ടുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അല്ലെ, ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഏതൊരു സ്ഥാപനത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ അല്ലെ, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓർഗനൈസേഷന്റെ നിലനിൽപ്പിന് ഏറ്റവും എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫിനാൻസുമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യാന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് മീറ്റ്സ് റെഗുലേറ്ററി നീഡ്സ് ആൻഡ് ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്. അത് മാത്രമല്ല ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അതത് റെഗുലേറ്ററി നീഡ്സുകൾ എല്ലാം തന്നെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും എന്താണ്, അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മനസ്സിലായോ? റെഗുലേറ്ററി നീഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതൊരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവിധ ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പാരിസ്ഥിതിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യുന്ന ജീവനക്കാര് ഔദ്യോഗികമായിട്ട് യോഗ്യതയുള്ള ആളുകളാണോ? ഓക്കെ, അതുപോലെ ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ? അതെന്നൊക്കെ പറഞ്ഞ എന്താണ്, ഏതൊരു ഹോസ്പിറ്റലിൽ പാലിക്കേണ്ടതായ ചില റെഗുലേറ്ററി നീഡ്സുകളാണ്. അപ്പൊ അത്തരം റെഗുലേറ്ററി നീഡ്സുകൾ എല്ലാം തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വേണം ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട്. അത്തരം കാര്യങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ, മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നത് ഉറപ്പാക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. പിന്നെന്താണ്, ആൻഡ് ഹയറിംഗ് ദ ഹൈ ക്വാളിറ്റി സ്റ്റാഫ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്റ്റാഫുകൾ തെരഞ്ഞെടുക്കുക, ഹയർ ചെയ്യുക അല്ലെ, അവരെ റിക്രൂട്ട് ചെയ്യുക. ഹൈ ക്വാളിറ്റി സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓരോ ജോലികൾക്കും എന്താ പറയാ, ഓരോ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, ആയിട്ടുള്ള ജോലിക്കാരെ തെരഞ്ഞെടുക്കുക. ഓരോ പ്രവർത്തനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള യോഗ്യത അനുഭവ സമ്പത്തുള്ള ആളുകളെ തെരഞ്ഞെടുക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആർക്ക് വരുന്നുണ്ട്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? പിന്നെന്താണ്, these professionals can find work in a variety of healthcare organizations which consist of hospitals, clinics, corporations and government agencies. അപ്പോ ഇങ്ങനെയുള്ള പ്രൊഫഷണലുകൾക്ക്, അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുള്ള പ്രൊഫഷണലുകൾക്ക് അവർക്ക് എന്താണ് ഇപ്പൊ ഈ പറയുന്ന ഗവൺമെന്റ് ഏജൻസികൾ, അല്ലെങ്കിൽ കോർപ്പറേഷൻ, ക്ലിനിക്, ഹോസ്പിറ്റല്, അങ്ങനെയുള്ള എന്താ പറയാ ആരോഗ്യ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള എന്താ പറയാ ആരോഗ്യ സംരക്ഷണ സംഘടനകളിലൊക്കെ ജോലി ലഭിക്കാം, അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. അവിടെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നതാണ്. കാര്യം നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണല്ലോ, സ്വാഭാവികമായിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. എന്തൊക്കെ ജോലി സാധ്യതകളുണ്ട്, എവിടെയൊക്കെ അവർക്ക് വർക്ക് ചെയ്യാം, പല പല റെസ്പോൺസിബിലിറ്റീസ് ചെയ്യേണ്ടവരാണ് നിങ്ങളൊക്കെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം. അടുത്തതാണ്
Hospital administrators coordinate all departments within a healthcare facility to make sure that they function as a whole. എന്താണ് പറയുന്നത്? ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ പല സെന്റൻസിൽ അവർ എഴുതുന്നു മാത്രം കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്ത് അത് ഒരൊറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് ആരാണ്? അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. മനസ്സിലായോ? ഒത്തിരി സ്കില്ലും കാര്യങ്ങളൊക്കെ വേണ്ട, പ്രൊഫഷ്യൻസി ഒക്കെ വേണ്ട ഒരു എന്താ പറയാ ജോലിയാണിത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. ഒത്തിരിയേറെ ദിവസം ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താ നിർവഹിക്കുന്നത് ഈ പറയുന്ന ആളുകളാണ് കേട്ടോ. അപ്പൊ അവരെന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ മൊത്തത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഫങ്ഷനൈസ് ഹോൾ എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് കോൾവ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനകത്ത് കോർഡിനേഷൻ വരുന്നുണ്ട്, ഓർഗനൈസിങ് വരുന്നുണ്ട് അല്ലെ, പ്ലാനിങ്ങും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇനി നോക്കാം, their proficiency is needed to execute, plan, organize, direct and monitor the outcomes of medical and health services. Okay. Though the role of a hospital administrator differs from one institution to the next, then duties most often include എന്ന് പറഞ്ഞിട്ട് കുറെ ഡ്യൂട്ടികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ആ ഒരു പ്രൊഫഷൻസ് എന്തിനാവശ്യമായിട്ട് വരും? ഈ പറയുന്ന മെഡിക്കൽ ഹെൽത്ത് സർവീസസ് ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ ആ ഒരു ഔട്ട്കംസ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനായാലും എക്സിക്യൂട്ട് ചെയ്യാനായാലും ഡയറക്റ്റ് ചെയ്യാനായാലും വിലയിരുത്താനാണെങ്കിലും ആരുടെ കഴിവ് ആവശ്യമാണ്? അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പദവി ആവശ്യമാണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു കഴിവ്, ഒരു പ്രൊഫഷ്യൻസി അവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ പൊതുവെ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോകുമ്പോൾ വ്യത്യാസമുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഹോസ്പിറ്റലിന്റെ കോംപ്ലക്സിറ്റിക്കും സൈസിനും അനുസരിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർമാരുടെ ജോലിക്കകത്ത് എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടാവും. ചെറിയ ഹോസ്പിറ്റലിലെ പോലെ ആവില്ല ഒരു വലിയ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലെ. ഇപ്പൊ വലിയ ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കും, അതിനനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റർമാരെ അവർക്ക് ആവശ്യം വരും. അതേസമയം ഒരു ചെറിയ ഹോസ്പിറ്റലാകുമ്പോൾ അതിന്റെ ആവശ്യം വരില്ല അല്ലെ. ചെറുതാണെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഒന്നുമില്ലല്ലോ, ചിലപ്പോൾ അവിടെ ഒരു ഒറ്റ അഡ്മിനിസ്ട്രേറ്ററിന്റെ ആവശ്യമേ വരുള്ളൂ. അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോകുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കോമൺ ആയിട്ട് കാണുന്ന കുറെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ ഒരു 5 പോയിന്റുകളായിട്ട് കൊടുത്തേക്കുന്നത്. ഓരോ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ നോളജും കൂടിയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണം, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, സർവിംഗ് ആസ് കോണ്ടാക്ട് എമംഗ് ഗവേണിംഗ് ബോഡീസ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. അതായത് ഈ പറയുന്ന ഗവേണിംഗ് ബോഡീസ്, മറ്റു മെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ അല്ലെ, ഇവർക്കൊക്കെ ഇടയിൽ എന്താണ് സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ആര്? അഡ്മിനിസ്ട്രേറ്റർ. ഇവരുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്താന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ ഗവേണിംഗ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഹോസ്പിറ്റലിന്റെ ഭരണം നിർവഹിക്കുന്ന ഏറ്റവും ടോപ്പിലിരിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇപ്പൊ അത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവാം, അതുപോലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആവാം, അല്ലെങ്കിൽ ചീഫ് ഫിനാൻസ് ഓഫീസേഴ്സ് ആയിരിക്കാം. അതുപോലെ തന്നെ പല കമ്മിറ്റികളുണ്ട് അല്ലെ. ഈ പറയുന്ന പേഷ്യന്റ് സേഫ്റ്റി കമ്മിറ്റികൾ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റികൾ, അങ്ങനെയൊക്കെ ഒത്തിരി കമ്മിറ്റികളുണ്ട്. അതൊക്കെ എന്താണ്? ഏറ്റവും ആ ഒരു ഗവേണിംഗ് ബോഡ്സിൽ ഇരിക്കുന്ന ആളുകളാണ്. അത്തരം ജീവനക്കാരായിട്ട്, അതുപോലെ ഈ പറയുന്ന ഡോക്ടർ, നഴ്സ്, മറ്റനുബന്ധ മെഡിക്കൽ ജീവനക്കാര്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകള്, ഇവരെല്ലാവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. കാര്യം ഇവരെല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് അവിടുത്തെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട്, അതായത് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു റോൾ ആർക്കുണ്ട്? അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. ക്ലിയർ ആയല്ലോ? അതാണ് സർവിംഗ് ആസ് കോണ്ടാക്ട് എന്ന ഗവേണിംഗ് ബോഡീസ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് നഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്.
എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മെഡിക്കൽ സ്റ്റാഫിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ഈ പറയുന്ന നഴ്സുമാര്, ഡോക്ടർമാര്, പിന്നെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാര്. ഇപ്പൊ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടാവും, അവരെ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, തെരഞ്ഞെടുക്കുക. ഹയറിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്തരം സ്റ്റാഫുകൾ ഹയർ ചെയ്യുക, തെരഞ്ഞെടുക്കുക. തെരഞ്ഞെടുത്താൽ മാത്രം പോലെ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം, അവരെ അസസ് ചെയ്യണം അല്ലെ, അവരെ വിലയിരുത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കുണ്ട്, അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സർവീസസ് ആസ് ഡയറക്റ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. അതായത് ആ ഒരു ഹോസ്പിറ്റൽ ബോർഡ് ഉണ്ടല്ലോ, ഗവേണിംഗ് ബോർഡ്സ്, അവര് ഡയറക്ട് ചെയ്യുന്ന, അവര് നിർദ്ദേശിക്കുന്ന പ്രകാരം എല്ലാവിധ സേവനങ്ങളെയും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത്, ഡയറക്ട് ചെയ്ത്, കൺട്രോൾ ചെയ്ത്, കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ചുമതല ആർക്കുണ്ട്, അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. അപ്പൊ അവിടുത്തെ ഗവേണിംഗ് ബോഡീസ് കുറെ നിർദ്ദേശങ്ങൾ അവർ വെക്കും അല്ലെ, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസി, പ്രൊസീജിയർ ഒക്കെ അവർ മുന്നോട്ട് വെക്കും. അവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്ത്, ഡയറക്ട് ചെയ്ത്, കോർഡിനേറ്റ് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്, അഡ്മിനിസ്ട്രേറ്ററിനാണ് ഉള്ളത്. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്ന പോയിന്റ് കേട്ടോ. അടുത്തത് നാലാമത്തെ പോയിന്റ് ഇതാണ്, സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഫോർ പേഷ്യന്റ് സർവീസസ്, ക്വാളിറ്റി അഷ്വറൻസ്, പബ്ലിക് റിലേഷൻ ഔട്ട്റീച്ച് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ്. അതായത് എന്താണ് ഈ പറയുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെ, ഏറ്റവും നല്ല സേവനങ്ങൾ അവർക്ക് കൊടുക്കണം. അതിന് ക്വാളിറ്റി അഷ്വറൻസ്, അത് നമ്മൾ പഠിച്ചതാണ് അല്ലെ, ക്വാളിറ്റി അഷ്വറൻസ് നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു സേവനം അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഔട്ട്റീച്ച്, പബ്ലിക് റിലേഷൻസ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന, റെപ്യൂട്ടേഷനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പബ്ലിക് ഔട്ട്റീച്ച് വേണ്ടതായിട്ട് വരും അല്ലെ. പബ്ലിക് ആയിട്ടുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്ത് ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഔട്ട്കംസ്, നല്ല നല്ല കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് ഔട്ട്റീച്ച് ചെയ്യണം അല്ലെ, വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ് എന്നിവയ്ക്കായിട്ടുള്ള പ്രോഗ്രാമുകൾ, അതുപോലെ പല പോളിസികളെല്ലാം കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. അങ്ങനെയുള്ള പോളിസികൾ ഉണ്ടാക്കി അത് നടപ്പിലാക്കുക, അതിനുവേണ്ട മേൽനോട്ടം വഹിക്കുക എന്നൊക്കെ പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്, അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇതാണ് സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം, പുതിയ ആശയങ്ങൾ കൊണ്ടുവരണം. നമ്മൾ സ്കില്ലല്ലാതെ നമ്മൾ റോള് പറഞ്ഞപ്പോ ഡിസിഷൻ റോൾസിൽ നമ്മളൊരു പോയിന്റ് പറഞ്ഞു, എന്റർപ്രണർ എന്ന് പറഞ്ഞു അല്ലെ, സംരംഭകനാണ്, പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തിയായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികൾക്കുള്ള എന്താ പറയാ, സേവനങ്ങൾക്കുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടെത്തി അതൊക്കെ നടപ്പിലാക്കി അതിനൊക്കെ മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്വമൊക്കെ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ട്. ഓക്കെ, ഇനി ഫിഫ്ത്ത് പോയിന്റ് ഇതാണ്, അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻഡിങ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് റിസർച്ച് ഹോസ്പിറ്റൽസ്. അതായത് ഈ പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണത്തിന് അല്ലെ, സയന്റിഫിക് റിസർച്ചിനും അതുപോലെ പ്രിവെന്റീവ് മെഡിസിൻസ് അല്ലെ, പ്രതിരോധ ട്രീറ്റ്മെന്റ് അല്ലെ, അത്തരത്തിലുള്ള മെഡിസിനും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള സേവനങ്ങളും പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യണം, വികസിപ്പിക്കണം, അത് വിപുലമാക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം സയന്റിഫിക് റിസർച്ച് അല്ലെ, ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങൾ, അതിനെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം ആര്, അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ നമുക്ക് ഈ ഒരു സയന്റിഫിക് റിസർച്ച് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഗവൺമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആയിട്ട് നമുക്ക് സഹകരിക്കേണ്ടതായിട്ട് വരും. കാര്യം സയന്റിഫിക് റിസർച്ച് ഒക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ റിസർച്ച് ഫെലോഷിപ്സ് അല്ലെങ്കിൽ ഗ്രാന്റുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാലാണ് നമുക്ക് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് ആ ഒരു റിസർച്ചിനെ കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഗവൺമെന്റ് ആയിട്ട് മറ്റേതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള സയന്റിഫിക് റിസർച്ച് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വേണം റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അത്തരം ഫണ്ടിങ് ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരൊക്കെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. അതുപോലെ തന്നെ പ്രിവെന്റീവ് മെഡിസിൻ അല്ലെ, പേരിൽ തന്നെ നമുക്കറിയാം, നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മെഡിസിൻ സേവനങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ പ്രതിരോധ കുത്തിവയ്പ്പുകള് അല്ലെ, ഇവര് പോയി പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണ്ട, പക്ഷെ അത്തരം സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇതിന് ഒരുക്കി കൊടുക്കണം. ഇപ്പൊ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പം
പോഷകാഹാര ഉപദേശങ്ങള്, വ്യായാമ ഉപദേശങ്ങള്, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രിവെന്റീവ് മെഡിസിനകത്ത് വരുന്നതാണ് അല്ലെ. നമ്മുടെ ആരോഗ്യം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സേവനങ്ങളാണ്. അപ്പൊ അതിനൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മള് എന്താ പറയാ, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ഒക്കെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ പലരും എന്ത് ചെയ്യാറുള്ളത്, യൂട്ടിലൈസ് ചെയ്യാറില്ല. ഈ വേണ്ട കറക്റ്റ് സമയത്ത് വാക്സിനേഷൻ ഒക്കെ എടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. മീൻസ് കുട്ടികളുടെ കാര്യമാണ് കൂടുതൽ വരുന്നത്. ആ ഒരു ടൈമിലാണല്ലോ കൂടുതൽ വാക്സിനേഷൻസ് ഒക്കെ വരുന്നത്. അതിനുശേഷം പിന്നീട് നമ്മുടെ ഗവൺമെന്റ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പദ്ധതി തയ്യാറാക്കിയത്, ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വന്നിട്ട് ഈ പറയുന്ന പോലെ ഈ എന്താ പറയാ, കുത്തിവയ്പ്പുകളൊക്കെ മിസ്സായി പോയ ആളുകൾ ഉണ്ടാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ചില വയസ്സിലെടുക്കേണ്ട കുത്തിവയ്പ്പൊന്നും ഒരു പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ സൗകര്യം കൊടുക്കാനായിട്ട് ഒരു പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ആ രീതിയിൽ ഈ പറയുന്ന പ്രിവെന്റീവ് മെഡിസിൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഇവര് കണ്ടക്ട് ചെയ്യണം. ഇപ്പൊ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ചില ക്യാമ്പയിൻസോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളോ നടത്തുകയാണെങ്കിൽ ഇതിന്റെ സേവനം വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, ആളുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കേണ്ടതും അത്തരം കാര്യങ്ങളെയൊക്കെ വിപുലമാക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്വമാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്വമാണ്. പറഞ്ഞ മനസ്സിലായി? ഒരുപാട് പോയിന്റുകൾ ഉണ്ട് കേട്ടോ, അതൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഗവേണിംഗ് ബോഡി, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡൊക്കെ ആയിട്ട് സമ്പർക്കം പുലർത്താം. അതുപോലെ തന്നെ നഴ്സുമാര്, ഡോക്ടർമാര്, അസിസ്റ്റന്റ് എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റർമാരെയൊക്കെ തെരഞ്ഞെടുക്കുക, അവരെ അസസ് ചെയ്യുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള സേവനങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് ഡയറക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സേവനങ്ങൾ, ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷൻ എന്നിവയ്ക്കായിട്ടുള്ള പ്രോഗ്രാമുകൾ, പോളിസികളൊക്കെ ഡെവലപ്പ് ചെയ്യാം, സൂപ്പർവൈസ് ചെയ്യാം. അതുപോലെ സയന്റിഫിക് റിസർച്ചിനും പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നടപ്പിലാക്കുക. ഇതൊക്കെ തന്നെ കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇതിന് മനസ്സിലാക്കേണ്ട ഒരുപാട് ജോലികൾ ഉള്ള അല്ലെങ്കിൽ ഒത്തിരിയേറെ സാധ്യതയുള്ള ഒരു മേഖലയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നോക്കാം, hospital administrators have to stay current on any laws and regulations that affect the health care of hospital industry as well as the medical and technological progress. അതായത് നമ്മള് ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഓരോ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരെ എപ്പോഴും ആ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയെ കുറിച്ചും ആ ഒരു ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചും അതുപോലെ അവിടെ ഉപയോഗിക്കുന്ന പുതിയ മെഡിക്കൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെ, അതിനെയൊക്കെ സ്വാധീനിക്കുന്ന ലോസ് ആൻഡ് റെഗുലേഷൻസ്, അതിന്റെ ചില നിയമവശങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ലോസ് അതുപോലെ പല ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കേണ്ടതും അത്യാവശ്യമാണത്. അതായത് ഇങ്ങനെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യണം, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട്. അത് മാത്രം പോരാ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ ഒരു അവിടുത്തെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട്, ആരോഗ്യ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടെക്നോളജിക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളെ കുറിച്ചും അതുപോലെ ചട്ടങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം അറിവുള്ളവരായിരിക്കണം ആര്? അഡ്മിനിസ്ട്രേറ്റർമാര്. അതെന്ന് പറഞ്ഞാൽ അവരുടെ നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. ഇപ്പൊ നമ്മള് ശരിയായ ഇപ്പൊ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കാതെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കണതെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പാളിച്ചകൾ വന്നുപോയാൽ ഒരു പക്ഷെ ഹോസ്പിറ്റലിൽ ലൈസൻസ് വരെ ചിലപ്പോൾ റദ്ദായി പോകും. മനസ്സിലായോ? അതായത് അങ്ങനെയൊക്കെ പ്രശ്നം. അതുപോലെ മറ്റേ പേഷ്യൻസിന്റെ ഒക്കെ സുരക്ഷിതത്വം അല്ലെ, അതുപോലെ അവരുടെ എന്താ പറയാ, നമ്മൾ പഠിച്ചിരുന്നു പേഷ്യൻസ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. പേഷ്യന്റിന് ചില അവകാശങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു നോളജ് എപ്പോഴും ആർക്ക് ഉണ്ടായിരിക്കണം? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഉണ്ടായിരിക്കണം. അതറിയാതെ നമ്മൾ പ്രവർത്തിച്ച് അതിലെന്തെങ്കിലും പാളിച്ചകൾ വന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരിക, അല്ലെങ്കിൽ ലൈസൻസ് പോവുക, ജോലി നഷ്ടപ്പെടുക, അങ്ങനെ പല സാഹചര്യങ്ങളൊക്കെ വരാം. അതുകൊണ്ടാണ് ലോസ് ആൻഡ് ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ എത്തിക്സും ലീഗൽ ഇഷ്യൂസും എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നോക്കാം, ആസ് എ ബിസിനസ് ലീഡേഴ്സ്
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മസ്റ്റ് ഓവർസീ. ഇനി വീണ്ടും അടുത്ത ഒരു പോയിന്റിലേക്ക് വരുന്നില്ല, ഏകദേശം ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് പോയിന്റ്സുകളൊക്കെ ഇപ്പൊ താഴെ തന്നിരിക്കുന്നവയില് എന്താ പറയുക, അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ അതൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ ഈ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്നാമത്തെ എന്താണ്, ലോങ് ടേം പ്ലാനിങ്. അതിനകത്തൊരു സൂപ്പർവിഷൻ ആർക്കുണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. ലോങ് ടേം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദീർഘകാല ആസൂത്രണം അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും സാധിക്കില്ല അല്ലെ. ഒരുപാട് കാലത്തെ പ്രയത്നം കൊണ്ടാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ ആവശ്യം, ഒരു ലോങ് ടേം പ്ലാനിങ് ആവശ്യമാണ് അല്ലെ. ഒരു ദീർഘകാല ആസൂത്രണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്, തന്ത്രപരമായിട്ട് പ്ലാനിങ്ങുകൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കണം. പിന്നെന്താണ്, ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്സ്. അതായത് നമ്മുടെ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങള്, അതുപോലെ തന്നെ ബഡ്ജറ്റ്സുകള് അല്ലെ, അതൊക്കെ തയ്യാറാക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ് അല്ലെ. കോമൺ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാരാണ് ആര്, അതാണ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ കണ്ടല്ലേ, പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളും ബഡ്ജറ്റുകളും മേൽനോട്ടം വഹിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, ദ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്. മെഡിക്കൽ സേവനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പേഷ്യൻസിന് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും എന്താണ്, അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. കൃത്യമായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങൾ, വെറും മെഡിക്കൽ സേവനങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, ഏറ്റവും ക്വാളിറ്റി അഷ്വർ ചെയ്തുകൊണ്ട് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണ രോഗികൾക്ക് കൊടുക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് ലഭ്യമാക്കണം എന്ന കാര്യത്തിലും മേൽനോട്ടം വഹിക്കേണ്ടത് ആര് തന്നെയാണ്, അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അടുത്തതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ കാര്യങ്ങള്, ബഡ്ജറ്റ് തയ്യാറാക്കുക, അതുപോലെ വരുമാന റിപ്പോർട്ടുകൾ, ചെലവ് റിപ്പോർട്ടുകൾ, ലാഭനഷ്ട റിപ്പോർട്ടുകൾ, ഇതൊക്കെ തയ്യാറാക്കി കൃത്യമായിട്ട് മാനേജ്മെന്റിനെ അറിയിക്കുക. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്, ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് എന്താണ്, ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്. അതായത് ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന കുറെ പോളിസികൾ അല്ലെ, പോളിസി ചേഞ്ചസ് വരുത്താം. ഇപ്പൊ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ചില പോളിസികൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ചിലപ്പോൾ പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, പഴയത് ചിലതെടുത്ത് മാറ്റിക്കളയേണ്ടതായിട്ട് വരും. അങ്ങനെ പോളിസി ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ മേൽനോട്ടം വഹിക്കേണ്ട വ്യക്തി ആര് തന്നെയാണ്, അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ്, ലോങ് ടേം പ്ലാനിങ്, operating objectives and budgets, the systematic delivery of medical services, financial reports, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്. ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ, ഇതെല്ലാം ഒരേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പറയുന്നത്, ആ ഒരു ഉത്തരവാദിത്തങ്ങളെ പറ്റിയാണ്. ഇനി നോക്കാം, their strong interpersonal skills are needed when overseeing and mentoring staff, interacting with the community and cooperating with the governing bodies. അപ്പൊ പറയാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഇന്റർപേഴ്സണൽ സ്കിൽ എന്താണ്, ഹ്യൂമൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, ഹ്യൂമൻ സ്കിൽസ് പഠിച്ചത് ഓർമ്മയുണ്ടോ, ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ അല്ലെ, മറ്റുള്ള ആളുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ്. അതേ ഹ്യൂമൻ സ്കിൽസിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതായത് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു കഴിവ് ഇപ്പോഴും അവർക്ക് ഉണ്ടായിരിക്കണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കമ്മ്യൂണിറ്റി ആയിട്ട്, അതായത് നമ്മുടെ പബ്ലിക്കുമായിട്ട് ഇടപഴകുന്ന സ്റ്റാഫുകളെയും അതുപോലെ തന്നെ നമ്മുടെ ഗവേണിംഗ് ബോഡീസ് ഒക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണമെങ്കിൽ എന്ത് സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം, ഇന്റർപേഴ്സണൽ സ്കില്ലുകൾ
ഉണ്ടായിരിക്കണം അല്ലെ. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് സഹകരിച്ച് പോകാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇവരെയൊക്കെ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. മറ്റുള്ള ജീവനക്കാരെയൊക്കെ നമുക്ക് സൂപ്പർവൈസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ്. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ്. എന്താണ് അവിടെ പറയുന്നത്? In besides to hospitals, which may range from small community hospitals to massive multi-hospital systems, these healthcare administrators may also work for. അതായത് നമ്മൾ പൊതുവെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളല്ല. അവിടുത്തെ ഫിനാൻസ് കാര്യങ്ങൾ നോക്കണം, ബഡ്ജറ്റ് നോക്കണം, അവിടുത്തെ പ്ലാനിങ്, ഡയറക്ടിങ്, അതിന് മാത്രം ഒതുങ്ങുന്നതല്ല അവരുടെ സേവനം. അതാണ് അവിടെ പറയുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റി അല്ലെ, ഒരു സ്മോൾ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ തൊട്ട് ഏറ്റവും എന്താ പറയാ വൻതോതിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്ക് പുറമെ ഈ പറയുന്ന ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾക്ക് അവര് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വീണ്ടും വേറൊരു രീതിയിൽ പറയണം, പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനുണ്ട്. ഒന്ന് വന്നിട്ട് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്. എന്താണ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല്? എന്താണ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്? പറഞ്ഞു, എന്താണ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്? ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. വിന്യാസനിയൊക്കെ കറക്റ്റ് ആണ്. ജസ്റ്റ് പുനരധിവാസം അല്ലെ, പുനരധിവാസ സേവനങ്ങള് അറിയാലോ നിങ്ങൾക്ക്. അതായത് ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതില പുനരധിവാസ സേവനങ്ങൾ, അതായത് ഇപ്പം നമ്മൾ ഒരു അസുഖം വന്നിട്ടുള്ള പരിക്ക് വെച്ചിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് അവരെന്ത് ചെയ്യണം, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നത് അല്ലെ, അവരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള പുനരധിവാസ സേവനങ്ങൾ ഒരുക്കുന്ന ഒരു സംവിധാനം. ദാറ്റ് ഈസ് കോൾഡ് റീഹാബിലിറ്റേഷൻ. അതന്നെ ഫെസിലിറ്റി, റിക്കവർ ചെയ്യാൻ, അതന്നെ ദിഷ്ണ. അപ്പൊ എന്ന് പറയുമ്പോ നമുക്ക് എന്താണ് ഈ പറയുന്ന ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഇതൊക്കെ എന്താണ് ഓരോ റീഹാബിലിറ്റേഷൻ സേവനങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരം ഫെസിലിറ്റീസ് ഒക്കെ, അത്തരം സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന സംവിധാനം. അവിടെ ആർക്ക് വർക്ക് വരാം? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർമാര് വർക്ക് ചെയ്യുന്നുണ്ട് അത്തരം ഇതിന് വേണ്ടിയിട്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്. എന്താണ് ആംബുലേറ്ററി കെയർ സെന്റർ? എന്താ പറയും നിങ്ങൾ പറയും. ആംബുലേറ്ററി കെയർ സെന്റർ എന്താണ്? എന്താണ് ആംബുലേറ്ററി കെയർ സെന്റർ? അതിന് പറയുന്ന ആംബുലൻസ് സർവീസ്. ഓക്കെ, പിന്നെ വേറെ ഇല്ല. ഓക്കെ, ആംബുലേറ്ററി കെയർ സെന്റർ എന്നതുകൊണ്ട് അത്യാഹിതം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നോക്കാം. ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഡയാലിസിസ്. ഓക്കെ, ശരിയാണ്. ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, ആംബുലേറ്ററി കെയർ സർവീസസിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, രോഗികൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സെന്ററുകളാണ് കേട്ടോ. പ്രത്യേകം പറയാണ്, ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെയുള്ള രോഗികൾക്ക് അവർക്ക് രാത്രി സ്റ്റേ ആവശ്യമായിട്ട് വരില്ല. മനസ്സിലായോ? രാത്രി താമസം അവർക്ക് ആവശ്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനം എന്ന് പറയുന്നത്. രാത്രി സ്റ്റേ ചെയ്യേണ്ടി വരുമ്പോൾ അത് ഇൻപേഷ്യന്റ് ആയിട്ട് മാറി അല്ലെ. അപ്പൊ അവർക്ക് അഡ്മിറ്റ് ആവാതെ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ രോഗികൾക്ക് വൈദ്യസഹായം കൊടുക്കുന്ന അത്തരം സെന്ററുകളെയാണ് നമ്മൾ ആംബുലേറ്ററി കെയർ സെന്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള സെന്ററുകളും ഒരുപാട് തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവര് കൺസൾട്ടേഷൻ, അതുപോലെ മൈനർ സർജറികള്, പിന്നെ ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് അല്ലെ ടെസ്റ്റുകള്, പരിശോധനകള്, അതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്, ആംബുലേറ്ററി കെയർ സെന്ററുകളിൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് വൈദ്യസഹായം കൊടുക്കുന്ന സെന്ററുകളാണ്. അപ്പൊ അത്തരം സെന്ററുകളിൽ രോഗികൾക്ക് എന്താ ആവശ്യമായിട്ട് വരുന്നില്ല, രാത്രി താമസം അവർക്ക് ആവശ്യമില്ല. ഓക്കെ, രാവിലെ വന്ന് അവർക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് അവർക്ക് പോകാം. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ആംബുലേറ്ററി കെയർ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. എന്താണ് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്? അതായത് ഇപ്പൊ ഒരു രണ്ടോ അതിലധികമോ ഡോക്ടർമാര് അവര് ഒരുമിച്ച് ചേർന്നിട്ട് ഒരു സംഘടിതമായിട്ടുള്ള രീതിയിൽ പേഷ്യൻസിന് സേവനം കൊടുക്കുന്ന ഒരു സംവിധാനം.
ദാറ്റ് ഈസ് കോൾഡ് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടോ അതിലധികമോ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അവരെന്താണ് ഒരുമിച്ച് ചേർന്ന ഒരു ഗ്രൂപ്പായിട്ട് അവരൊരു സംഘടിതമായിട്ടുള്ള രീതിയിൽ പേഷ്യൻസിന് സേവനം കൊടുക്കുന്ന ഒരു സൗകര്യം, അതാണ് എന്ത് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. നമുക്കെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന് മാത്രമല്ല നമുക്ക് ആരോഗ്യ ഇത്തരം സേവനങ്ങൾ ലഭിക്കുന്നത്. റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, ആംബുലേറ്ററി കെയർ സെന്ററുകളിലുണ്ട് ഈ പറയുന്ന ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. ഇപ്പൊ ഡോക്ടർമാര് പ്രത്യേകിച്ച് ഡെന്റൽ ഡോക്ടേഴ്സ് ഒക്കെ അങ്ങനെയാണ്. അവര് ഒരു കൂട്ടം ഡോക്ടേഴ്സ് കുടിച്ചാൽ ഒരു ക്ലിനിക്ക് പോലെയൊക്കെ തുടങ്ങിയിട്ട് അവിടെ പേഷ്യൻസിന് എന്ത് കൊടുക്കാറുണ്ട്, സേവനങ്ങൾ കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെന്താണ് ഹോസ്പൈസസ്. എന്താണ് ഹോസ്പൈസസ്? എന്താണ് ഹോസ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹോസ്പിസസ് നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചപ്പോ തന്നെ തുടക്കം ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹോസ്പിറ്റൽ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് ഹോസ്പൈസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇവിടെ ഹോസ്പൈസസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതെ, ഹോസ്പിറ്റല് തന്നെ, പക്ഷെ കുറച്ച് ഒരു വ്യത്യാസം എന്നല്ല, ഹോസ്പിറ്റലൊക്കെ തന്നെ. പക്ഷെ ഹോസ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ ഈ എന്താ പറയാ രോഗികള് അവരുടെ അവസാന ഘട്ടത്തിൽ, അതായത് മരണാസന്നരായിട്ടുള്ള രോഗികൾ ഉണ്ടാവുമല്ലോ, ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ വന്ന് മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തില് രോഗികളുടെ അവസാന ഘട്ടത്തിൽ അവർക്ക് പരിചരണം നൽകുന്ന ഒരു സംവിധാനം, അത്തരം അറിഞ്ഞവർക്ക് സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഹോസ്പൈസസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ഹോസ്പിറ്റൽ എന്ന് ചോദിക്കാം. അത് തന്നെ പാലിയേറ്റീവ് പോലുള്ള ഹോസ്പിറ്റലിൽ തന്നെ അവിടെ എല്ലാ തരത്തിലുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. ഹോസ്പൈസസ് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുള്ള പേഷ്യൻസ്, അതായത് മരണാസന്നരായിട്ടുള്ള രോഗികൾക്ക് അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക. അവർക്ക് പിന്തുണ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ എന്തേ കൊടുക്കാനുള്ളൂ? മാനസികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക, സാമൂഹികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക അല്ലെ? അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഹോസ്പൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്. എന്താണ് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്? എന്താണ് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്? അതായത് രോഗികൾക്ക് എന്താണ് ആശുപത്രിയിൽ പോകാതെ തന്നെ എന്താണ് ചികിത്സാ സൗകര്യങ്ങൾ അല്ലെ, ചികിത്സാ സേവനങ്ങളും പരിചരണവും ഒക്കെ ലഭിക്കുന്ന സ്ഥലമാണ് എന്ത്? ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്. ഔട്ട് പേഷ്യന്റ് കെയർ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോകാതെ തന്നെ അവർക്ക് എന്ത് ലഭിക്കുകയാണ്? ചികിത്സയും പരിചരണവും ഒക്കെ ലഭിക്കുന്നതിനുള്ള സംവിധാനമാണ് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ക്യാമ്പ് ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ആവാം, പിന്നെ ഈ പറയുന്ന ഡോക്ടർമാരുടെ ക്ലിനിക്കുകളായിരിക്കാം അല്ലെ, നമ്മൾ ഈ പറഞ്ഞ ആംബുലേറ്ററി കെയർ സെന്റർ ഒക്കെ ആവാം അല്ലെ. അത് ആശുപത്രിയിൽ നിന്നല്ല നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ആശുപത്രിയിൽ പോകാതെ തന്നെ എന്ത് ചെയ്യാണ്? നമുക്ക് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുന്ന സംഭവങ്ങളാണ്. അത്തരം സംവിധാനങ്ങളെയാണ് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഫിസിഷ്യൻ ഓഫീസസ് അല്ലെ. ഫിസിഷ്യൻ ആരാണ്? ഡോക്ടറാണ് അല്ലെ. അപ്പൊ ഡോക്ടർമാരുടെ ഫിസിഷ്യൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർമാരുടെ സ്വകാര്യ ഓഫീസുകളാണ് അല്ലെ. അവിടെ എന്ന് പറയുന്നതാണ് രോഗികൾ അവര് എന്താ പറയാ കണ്ടുമുട്ടുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ പരിചരണങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, ഫിസിഷ്യൻ ഓഫീസസ്. അപ്പൊ അത് ഹോസ്പിറ്റലിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചില ഡോക്ടർമാരെ നമുക്ക് അവരുടെ എന്താ പറയാ ഓഫീസിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടൊന്ന് കൺസൾട്ട് ചെയ്തൊക്കെ വരും അല്ലെ. അപ്പൊ അത്തരത്തില് അങ്ങനെയുള്ള ഫിസിഷ്യൻ ഓഫീസ് എന്ന് പറയുമ്പോൾ സ്വകാര്യ ഓഫീസുകളാണ് ഡോക്ടർമാരുടെ. അവിടെ ചെന്ന് രോഗികൾക്ക് എന്താ പറയാ ഡോക്ടർ കാണാം, അവർക്ക് വേണ്ട ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. പിന്നെ എന്താണ് അവിടെ വലിയ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ഒന്നും അവിടെ കൊടുക്കാനായിട്ട് ഈവനിങ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ന് പറയുമ്പോൾ അവിടെ അഡ്വാൻസ്ഡ് കെയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രാഥമിക ആരോഗ്യ സേവനങ്ങളൊക്കെ എവിടെ കിട്ടുന്നുണ്ട്? ഫിസിഷ്യൻ ഓഫീസസിൽ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങള്. പിന്നെ എന്താണ്? റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്. പേരിൽ തന്നെയുണ്ട് അല്ലെ, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്. അതായത് ഇപ്പൊ ആവശ്യമുള്ള രോഗികൾക്ക്, ദീർഘകാല പരിചരണം ആവശ്യമുള്ള രോഗികളുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആരോഗ്യ സേവനങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനമാണിത് റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ പേഴ്സണൽ കെയർ ഒക്കെ ലഭിക്കും. പേഴ്സണൽ കെയർ ലഭിക്കും. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ആണ് അല്ലെ, എന്ന് വെച്ചാൽ ദീർഘകാല പരിചരണം ആവശ്യമുള്ള രോഗികൾ ഉണ്ടായിരിക്കും.
ഇപ്പൊ നമ്മുടെ ഈ ജെറിയാട്രിക് കെയർ സെന്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല, വയസ്സായ ആളുകള് അവര് അവിടെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. കാര്യം ദീർഘനാളത്തെ ഒരു പരിചരണത്തിന് വേണ്ടിയിട്ട് അവരവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഒത്തിരി കെയർ, അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള കെയർ കൊടുക്കുന്നുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ അലക്കാൻ, അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ സഹായിക്കുക, അവർക്ക് മരുന്നുകൾ എടുത്തു കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സംവിധാനമാണ് റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഹോം ഹെൽത്ത് കെയർ ആണ്. ഹോം ഹെൽത്ത് കെയർ പേരിൽ തന്നെയുണ്ട് അല്ലെ, ഹോം അല്ലെ. ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിന് അവരുടെ വീട്ടിൽ അല്ലെ, വീട്ടിൽ ചെന്നുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് എന്താണ് സേവനങ്ങൾ ലഭിക്കുന്ന, അത്തരം സേവനങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഹോം ഹെൽത്ത് കെയർ. ഹോം നഴ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രത്യേകിച്ച് എന്താണ് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, അവർക്ക് ഒരു കാരണവശാലും അവരെ അവരോടത്തേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊന്നും പറ്റാത്ത സാഹചര്യമുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് വീട്ടിലേക്ക് വന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങളൊക്കെ കൊടുക്കുന്ന സംവിധാനം, ദാറ്റ് ഈസ് കോൾഡ് ഹോം ഹെൽത്ത്. പിന്നെ നഴ്സിംഗ് എന്താ പറയാ, നഴ്സിംഗ് സേവനങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ ഫിസിയോതെറാപ്പി സേവനങ്ങളൊക്കെ അതിനകത്ത് വരും കേട്ടോ. വീട്ടിൽ വന്ന് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്. എന്താണ് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല്? മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ അഥവാ MCO എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത് പ്ലാനുകളാണ് കേട്ടോ. ഹെൽത്ത് പ്ലാനുകൾ ആവാം, ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആവാം, അതായത് ഈ ഇൻഷുറൻസ് കമ്പനികൾ പോലെയുള്ളത് കേട്ടോ. അതിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ ലെവൽ ഓഫ് ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കൊടുക്കുന്നു. എങ്ങനെ കൊടുക്കുന്നു? ലോ കോസ്റ്റിൽ കൊടുക്കുന്നു അല്ലെ, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ അവർക്ക് അത്യാവശ്യം ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം കൊടുക്കാനുള്ള ഇത്തരം ഹെൽത്ത് പ്ലാനുകൾ, ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെയാണ് ഒരു വലിയൊരു ശൃംഖല തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അവരെയാണ് നമ്മൾ മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്തരം ഇങ്ങനെയുള്ള റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എവിടെയൊക്കെ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ചെയ്യാം, എവിടെയൊക്കെ ചെയ്യാം? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസിൽ, ആംബുലേറ്ററി കെയർ സെന്ററുകളില്, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ് സെന്ററുകളില്, ഹോസ്പിറ്റൽസ്, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്, ഫിസിഷ്യൻ ഓഫീസസ്, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്, ഹോം ഹെൽത്ത് കെയർ, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്, ഇവിടെയൊക്കെ എന്ത് ചെയ്യാം? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, hospital administrators at larger facilities may work in specific clinical areas like cardiology, surgery, neurology, obstetrics and നെഫ്രോളജി. അതായത് ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലുകൾ, അതായത് ഒത്തിരി വലിയ ഫെസിലിറ്റി ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണ് വിചാരിക്കുക. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകളിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവിടെ ഒന്നിൽ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റർമാരെ ആവശ്യമായിരിക്കും. അപ്പൊ അവർക്കൊക്കെ സ്പെഷ്യൽ ക്ലിനിക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യുക. എന്താ പറയുക, കാർഡിയോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് മൊത്തത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ അവിടെ ഉണ്ട്. ഇനി ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ അവിടുത്തെ മൊത്തത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വലിയ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലുകൾ, വലിയ ഹോസ്പിറ്റലുകൾ ആവുമ്പോൾ അവിടെ ഓരോ സ്പെഷ്യൽ ക്ലിനിക്കൽ ഏരിയാസിലുമായിട്ട് ഈ പറയുന്ന എക്സാമ്പിൾ ആണ് ഈ പറയുന്ന കാർഡിയോളജി, സർജറി, ന്യൂറോളജി, അങ്ങനെ ഓരോ വിഭാഗത്തിൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, ഇനി hospital administrators at smaller facilities may supervise different departments like finance, education, research and personnel. ഇനി ചെറിയ ഫെസിലിറ്റീസ്, അതായത് ചെറിയ ഹോസ്പിറ്റൽ അല്ലെ, വലിയ സൗകര്യങ്ങളൊന്നും ഉള്ളതല്ല, ചെറിയ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അവിടെ പല പല ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പൊ പ്രധാനമായിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള വിഭാഗങ്ങളിലൊക്കെ ആർക്ക് വർക്ക് ചെയ്യാം? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. ഇതെല്ലാം ഇങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നത് മാത്രം. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനും കോംപ്ലക്സിറ്റിക്കും അനുസരിച്ച് ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഇവരിങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നത് മാത്രം. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി അടുത്ത ഭാഗത്തോട്ട് പോവാം. ബോറടിക്കുന്നുണ്ടാവും അല്ലെ, നല്ലപോലെ ബോറടിക്കുന്നുണ്ടാവും. ഇതും കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. നോക്കാം. ഇനി എന്താണ്? ജസ്റ്റ് എ ഫ്യൂ ഓഫ് ദ ടൈറ്റിൽസ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേ പൊസസ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ അറിവിലേക്കും കൂടി ആയിട്ടാണ്. അതായത് നമ്മളിപ്പോ ആദ്യം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇപ്പൊ ജോലി ലഭിക്കുമ്പോൾ ഒരു പക്ഷേ ട്രെയിനിങ് പീരീഡിലായിരിക്കാം.
പക്ഷെ നിങ്ങളുടെ സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസിനനുസരിച്ച് പിന്നീട് പ്രൊമോഷനൊക്കെ കിട്ടി നിങ്ങൾക്ക് ഏതൊക്കെ പൊസിഷനുകളിലേക്ക് എത്തിപ്പെടാം, ഏതൊക്കെ പൊസിഷൻസ് നിങ്ങൾക്ക് പൊസസ് ചെയ്യാം എന്നുള്ള ഒരു ലിസ്റ്റാണ് അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അതാണ് just a few of the titles hospital administrators may possess include. ഏതൊക്കെ പൊസിഷൻ വരെ എത്താം എന്നാണ് പറയുന്നത്. പല ഭയങ്കര സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തൊക്കെ പൊസിഷൻസ് ആണ് നോക്കി ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ നമുക്ക്. ഒന്നാമത്തെ എന്താണ്? പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒ. അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കാം. നിങ്ങളോടൊക്കെ ചോദിക്കാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് പൊസസ് ചെയ്യാൻ സാധിക്കുന്ന പൊസിഷൻസുകൾ ഏതൊക്കെയാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്, ഉൾപ്പെടുന്നത് ഏത്, അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തത് പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സിഇഒയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കാം, നമുക്കറിയാലോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്? ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. ഏറ്റവും ടോപ്പിലുള്ള അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അവര് ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, ഫിനാൻസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ആര്? ഈ പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ വരെ എത്താറുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ സ്കില്ല് അല്ലെ, നിങ്ങൾക്ക് ലഭിക്കുന്ന ട്രെയിനിങ് അതിനനുസരിച്ച് പ്രൊമോഷൻ കിട്ടി നമുക്ക് ഇങ്ങനെയുള്ള പൊസിഷൻസ് ഒക്കെ വഹിക്കാം, പൊസസ് ചെയ്യാം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അടുത്തത് ആരാണ്? സിഒഒ. ഓക്കെ, സിഒഒ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് കേട്ടോ. അതുപോലെ തന്നെ സിഇഒ ചീഫ് എമർജൻസി ഓഫീസർ എന്നും കാണും കേട്ടോ. ചീഫ് എമർജൻസി ഓഫീസർ അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയണം കേട്ടോ. കാര്യം നമ്മള് പബ്ലിക് റിലേഷൻ പഠിച്ചപ്പോഴേ PRO എന്ന് പറയുമ്പോൾ പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഉണ്ട്. രണ്ടും ശരിയാണോ എന്ന് വെച്ചാൽ രണ്ടും ശരിയാണ്. ഒരെണ്ണം പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്, ഒരെണ്ണം പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ് എന്ന് പറഞ്ഞ പോലെ സിഇഒ എന്ന് പറയുമ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്, ചീഫ് എമർജൻസി ഓഫീസർ ഉണ്ട് കേട്ടോ. ചീഫ് എമർജൻസി ഓഫീസർ എന്ന് പറയുമ്പോൾ അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. നമ്മൾ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് കേട്ടോ. അറിയാലോ, ഹിസ് എ ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? സിഒഒ. എന്താണ് സിഒഒ എന്ന് പറഞ്ഞാല്? ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആണ് കേട്ടോ. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, അതായത് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ എല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി. അതാണ് സിഒഒ എന്ന് പറയുന്നത്. ഇവരൊക്കെ ആരുടെ അണ്ടറിൽ വരുന്നതാണ്? സിഇഒന്റെ അണ്ടറിൽ വരുന്നതാണ്. ഏറ്റവും ടോപ്പിൽ സിഇഒ ആണ് കേട്ടോ. അതിന്റെ തൊട്ടടിയിലൊക്കെ വരുന്ന ആളുകളാണ് സിഒഒ അഥവാ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. പിന്നെ ആരാണ്? സിഎഫ്ഒ. സിഎഫ്ഒ ആരാണ്? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അല്ലെ. അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാന്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാരാണ് കേട്ടോ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അഥവാ CFO. ഓക്കെ, അടുത്തതാണ് എന്ത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യുന്ന പഠിക്കുന്ന കോഴ്സാണ് അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ എന്താണ്? അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. എക്സിക്യൂട്ടീവ് ഈ പറയുന്ന ഡയറക്ടർമാരുടെ അസോസിയേറ്റ് ആയിട്ട്, ഓക്കെ, അവരുടെ അസിസ്റ്റന്റ് ആയിട്ട്, അസോസിയേറ്റ് ആയിട്ട് അങ്ങനെ ഒരു പൊസിഷൻ ആവാം. അതുപോലെ ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് കേട്ടോ. അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിന്റെ ഡയറക്ടറായിട്ട് അവിടെ പ്രവർത്തിക്കാം. ഓക്കെ, നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോഴാണ് തോന്നുന്നു അല്ലെ, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഡയറക്ടർ ആവാം. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്. നേരത്തെ പറഞ്ഞില്ലേ നമ്മള് മെഡിക്കൽ സ്റ്റാഫുകളെ മറ്റുള്ളവർ റിക്രൂട്ട് ചെയ്യുന്നു, സ്റ്റാഫുകളെ ഹയർ ചെയ്യുന്നു. ആ ഒരു രീതിയിൽ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്. പിന്നെന്താണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റി അഷുറൻസ് ഉറപ്പാക്കുന്നതിന്റെ അല്ലെ, അതിന്റെ വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി. പിന്നെ എന്താണ്? ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ, അതായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാവിധ ഓപ്പറേഷൻസിന്റെ അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ കംപ്ലൈന്റ്സ് എഡ്യൂക്കേറ്റർ. കംപ്ലൈന്റ്സ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് ജീവനക്കാർക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ എന്താ പറയാ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന കംപ്ലൈന്റ്സ് എഡ്യൂക്കേറ്റർ ആണ് കേട്ടോ. കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, വാക്കിന്റെ അർത്ഥം പാലിക്കുക എന്നൊരു അർത്ഥമാണ്.
ഇവിടെ ഈ പറയുന്ന ജീവനക്കാരൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സും ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. അതിന്റെയൊക്കെ ഒരു ഇതാണ് കേട്ടോ കംപ്ലൈന്റ്സ് എഡ്യൂക്കേറ്റ്. പിന്നെന്താണ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് കേട്ടോ. ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഡ് നഴ്സ് എന്നുള്ള അർത്ഥമല്ല കേട്ടോ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഡയറക്ടർ എന്ന രീതിയിൽ. നിങ്ങൾ ചിലപ്പോൾ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നഴ്സിംഗ് പഠിച്ച ആള് തന്നെ ആവണമെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടുത്തെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡയറക്ടർ. ഓക്കെ, ഇതാണ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. പിന്നെന്താണ് ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ് അല്ലെ. ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഓപ്പറേഷൻസിന്റെ ഒരു ഡയറക്ടർ. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്. ഓക്കെ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്. പിന്നെ ഇത് രണ്ടും 2 പോയിന്റ് ആണ് കേട്ടോ. രണ്ട് പോയിന്റ് ആണ് ഒരുമിച്ച് പ്രിന്റിങ്ങിൽ വന്നു എന്നുള്ളത് കേട്ടോ. ഓക്കെ 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 ലിറ്റിനസ് വിത്ത് MHA ഡിഗ്രി. ഓക്കെ, അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി ഉള്ള ആളുകൾ കേട്ടോ. പിന്നെ എന്താണ് ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത് അഥവാ പോപ്പുലേഷൻ ഹെൽത്ത് ഡയറക്ടർ എന്നാണ് പറയുക കേട്ടോ. പോപ്പുലേഷൻ ഹെൽത്ത് ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ഹെൽത്ത് എന്താണ് ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് അല്ലെ. ഓക്കെ, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ കൊടുക്കാൻ. അതുപോലെ വേറൊരു പോയിന്റ് ആയിട്ടാണ് ഇതൊക്കെ ഒരുമിച്ച് വന്നിരിക്കുന്നതാണ് ഡയറക്ടർ ഓഫ് പേഷ്യൻ കെയർ സർവീസസ് കേട്ടോ. രോഗികൾക്ക് സേവനങ്ങളൊക്കെ കൊടുക്കുന്ന പേഷ്യൻ കെയർ സർവീസിന്റെ ഡയറക്ടർ. ഇങ്ങനെയുള്ള പൊസിഷൻസ് ഒക്കെ വഹിക്കാം എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ സ്കില്ല്, നിങ്ങൾക്ക് ലഭിക്കുന്ന ട്രെയിനിങ് അനുസരിച്ച് പ്രൊമോഷനൊക്കെ കിട്ടി നമുക്ക് ഏറ്റവും ടോപ്പ് പൊസിഷൻ വരെ എത്താം. ഇതിപ്പോ ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ആര്, നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മതി. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. അപ്പൊ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒന്ന് ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞാലോ നമുക്ക്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. അതായത് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും സുഗമമായിട്ടുള്ള രീതിയിൽ നടത്തുന്ന ഒരു സംവിധാനമാണ് അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ മനസ്സിലാക്കുക, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് കുറെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഫിനാൻസ് കാര്യങ്ങൾ നോക്കുക, അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളും ലോസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് 5 പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ എന്തിലൊക്കെ അവര് സൂപ്പർവൈസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളിൽ അവര് മേൽനോട്ടം വഹിക്കണം. അപ്പൊ പറയുന്നുണ്ട് ലോങ് ടേം പ്ലാനിങ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്, സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്, ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മേൽനോട്ടം വഹിക്കണം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സേവനങ്ങളല്ല, ഇവിടെയൊക്കെ അവർക്ക് വർക്ക് ചെയ്യാം. റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്, ആംബുലേറ്ററി കെയർ സെന്റർ. ആംബുലേറ്ററി കെയർ സെന്റർ നിങ്ങൾ മനസ്സിലാക്കാട്ടോ, ഔട്ട്പേഷ്യന്റ് അടിസ്ഥാനത്തിൽ രോഗികൾക്ക് വൈദ്യസഹായം കൊടുക്കുന്ന സെന്ററുകളാണ് ആംബുലേറ്ററി കെയർ സെന്റർ. അതുപോലെ ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്, ഹോസ്പിസസ്, ഇവിടെയൊക്കെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വഹിക്കാവുന്ന, പൊസസ് ചെയ്യാവുന്ന റോളുകൾ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം കേട്ടോ. ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് ആയിരിക്കും കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് അപ്പൊ നമ്മുടെ 3rd മൊഡ്യൂളില് അല്ല 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും. ഇത് ഫിനിഷ് ചെയ്തിട്ട് കേട്ടോ, ഇത് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ചാപ്റ്റർ ആയിരിക്കും എടുക്കുക. ഓക്കെ, അപ്പൊ ഞാനതൊന്ന് എന്താണ് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.